എടാ തന്നിട്ട് വിളിക്കില്ലടാ. എന്തോ ഇതൊക്കെ എവിടെയായിരുന്നു നിങ്ങളൊക്കെ ഇത്ര നേരം? ഇവിടെ ഒന്ന് ഓണായത്. ആരും മൈക്ക് കൊടുക്കാൻ വയ്ക്കൂ. അമൽ ഡേവിസിന് വിളിക്കുന്നു. മൈക്ക് വരുന്നുണ്ട്. മൈക്ക് പോയാ വഴി. ആ ഞങ്ങള് ചേച്ചി മാത്രല്ല, ഞങ്ങളും കളിക്കും എല്ലാവരും ഒരുമിച്ച്. എന്തോ എന്തോ ആരാ ആ പിന്നല്ല ഒറ്റക്കളിപ്പിക്കല് തമ്മലാട്ടാ. ഞങ്ങൾ പോട്ടെ. എനിക്ക് 3 പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ 3 പേരുടെ പ്രോജക്റ്റ് ഒരുമിച്ച് വന്നാൽ ഏറ്റവും നല്ല സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യും. അത് ആരായാലും അതും ഫെബ്രുവരിയാണ്. ചിലപ്പോ എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച ആനിവേഴ്സറി ഫെബ്രുവരി 9-ാം തീയതിയാണ്. ചിലപ്പോ അതായിരിക്കാം. ചിലപ്പോ എന്തോ ചെയ്ത ഭാഗ്യം മച്ചാനെ. ഇതിലും പറഞ്ഞ 2 പടം കഴിഞ്ഞ 2 പടോ അങ്ങനെ പറ. ഫെബ്രുവരി ഹിറ്റടിക്കണം. അതിനല്ലേ നിങ്ങളെ കണ്ട് കാലം അറിയിക്കാൻ നമ്മള്. എവിടെയായിരുന്നു നിങ്ങള്? കഴിഞ്ഞ അടുത്ത ശ്യാം മോഹൻ ചേട്ടനോ എന്തോ വലിയ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും ജയിക്കുക അതുകൊണ്ട് ഓക്കെ. ഞങ്ങൾ രാത്രി തിയേറ്റർ വിസിറ്റിന് പോകുന്നു. പടം ഇറങ്ങണല്ലേ, ആഘോഷിക്കണ്ടേ. ഞങ്ങൾ കേരളം ഒട്ടാകെ ഓടി ഇറങ്ങണം. അപ്പൊ 14-ാം തീയതി ഞങ്ങൾ മറ്റേ ചില്ലായിരിക്കും. പടം ഇറങ്ങി എല്ലാ തിയേറ്ററിലും നിങ്ങളൊക്കെ വന്നത് കണ്ടൊക്കെ ആസ്വദിച്ച് പോകാനുള്ള സന്തോഷത്തിലാണ്. പടം പോയി കാണണം. ഇതെന്തൊക്കെ ചോദിക്കുന്നു.
അത് ചോദിച്ചാൽ ചിരിക്കുകയും ചെയ്യും. അല്ല എന്തായിരിക്കും ഇതെന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടി എല്ലാത്തിനും എന്താണ് പരിപാടി? അല്ല ലവ് മാരേജ് കഴിഞ്ഞില്ല, ഡേറ്റിങ്ങിന് പോകാൻ എന്താ കഴിഞ്ഞില്ലല്ലോ. അല്ലെ കഴിഞ്ഞ അർജന്റാരും പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഫെബ്രുവരിക്കാണ് പ്രേമലൂർ റിലീസായത്. അപ്പൊ ഈ ഫെബ്രുവരിയിൽ റൊമാൻസ് റിലീസാവുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. അപ്പോൾ ഒരുമിച്ച് ഫസ്റ്റ് ഡേ FTFS ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ചുകൊണ്ട് തിയേറ്ററിൽ കാണാൻ പോകും. ഞങ്ങളുടെ വാലന്റൈൻസ് ഡേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഫെബ്രുവരി 14 രാത്രി എന്താണല്ലേ? കല്യാണത്തിന് നിശബ്ദത അത് പറഞ്ഞു. കാശ്മീർ കാശ്മീർ എന്താ ഫീൽഡ് ട്രിപ്പാ? കോളേജിൽ നിന്നാ? ഇവിടെ പ്രേമലു 6 തവണ കണ്ട ആരുണ്ട് അയാളെ സ്റ്റേജിൽ? അവർക്ക് എന്താണ് പരിപാടി എന്ന് അറിയാതെ തന്നെ ട്രെയിലർ കണ്ടിട്ടല്ലേ കാണാൻ. അതിന്റെ ഡയറക്ടർ റൊമാൻറ്റിക്. അപ്പൊ അതിനുശേഷമൊക്കെ ഉണ്ടാവുള്ളൂ. ശരി, അങ്ങനെ തന്നെ ഞാനോ പഠിച്ചതോ? ബികോമോ? ബിടെക് എന്നല്ല, ഞാൻ പോയത് ബികോമിനാണ്. പഠിച്ചില്ല, പഠിക്കാൻ പറ്റില്ല. ചിരിക്കണ്ട, പണമൊന്നുമില്ലെങ്കിൽ ഞാൻ കിടക്കും വീട്ടില് വെറുതെ. വേറെ പഠിക്കൊന്നും പോകാൻ പറ്റൂല. ബിടെക് പഠിച്ചാലും സോറി, ഞങ്ങളുടെ വെച്ചിരിക്കേണ്ട ആരുമില്ല. നിങ്ങൾ കളിയാക്കിയതല്ല. അപ്പൊ ഞങ്ങൾ ഈ ഡാൻസ് smoking hot. ഇപ്പൊ നിങ്ങൾ പകുതി ഉണ്ടല്ലേ? ഇനി പകുതി വീട്ടിൽ പോയിക്കാണ്. മര്യാദ കാണാൻ പറ്റിയില്ലേ? സോറി കേട്ടോ. ഡാൻസ് കളിക്കോ? ഒരു കോളേജിൽ നിന്ന് പറഞ്ഞു കൊടുക്കാണ്. പാട്ടേതാണ്ട്
ഇപ്പോ ഞാൻ കുറെ നേരം സംസാരിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ ശരിക്കും നിങ്ങളെ മനസ്സ് മുഴുവൻ ഈ ടീം കൈയടക്കി. ഇനി എനിക്കതില് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്നാലും നമ്മുടെ AWH എഞ്ചിനീയറിംഗ് കോളേജ് അവരുടെ പ്രൊമോഷന്റെ ഭാഗമാണെങ്കിലും നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയത്, അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും കാണണമെന്ന് അവർ കാണിച്ച അവരുടെ ടീമിന് ഞാൻ ആദ്യമായിട്ട് കോളേജിന്റെ നന്ദി പറയും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പ്രേമലൂന്റെ കാര്യം, അത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ കഥകളിലൊക്കെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല വയസ്സന്മാർക്കൊക്കെ ചിരിക്കാൻ പറ്റില്ല. ഒരു വർക്കായിരുന്നു. അതേപോലെ തന്നെ ഈ റൊമാൻസ് എന്നൊരു പടവും ആവട്ടെ. സോറി സാർ, റൊമാൻസ് ഞാൻ അങ്ങനെയാ കേട്ടോണ്ടിരുന്നത്. ആവട്ടെ, എല്ലാ ആശംസകളും. അത് പിന്നെ AWH വന്ന് പോയ എല്ലാവരും ഞാനിത് ഒരു വാമൊഴി പോലെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ നടന്ന എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റ് ആയിട്ടേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് ഉറപ്പാണ് സൂപ്പർ ഹിറ്റായി മാറും. ഞങ്ങൾ എല്ലാ സഹകരണവും അതിലുണ്ടാവും. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഈ ടീമിനോട് എത്തിക്കാനും അതോടൊപ്പം തന്നെ ഈ പന്തല് ഈ എല്ലാ കാര്യങ്ങളും അതിഭംഗിയായി സെറ്റ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, ഒരുപാട് യാത്രികളായി അവർ ഉറങ്ങിയിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ അവരെ ഭാഗത്തുനിന്ന് ഡയറ്റ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വരെ അതൊരു എഫേർട്ട് തന്നെയാണ്. അത് അവരുടെ കോളേജ് ഹിസ്റ്ററിയിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാവരെയും മുക്തഘട്ടം കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. അതിനുവേണ്ടി നിങ്ങളുടെ പുറകെ നടന്ന് എല്ലാ അഡ്വൈസും പ്രോപ്പർ സമയത്ത് നിങ്ങളോട് നൽകിയ പ്രോഗ്രാം കൺവീനർ ദിദിൽ സർ, മുസ്തഫ സർ, എടപ്പള്ളി ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ, PRO, ഇവർക്കെല്ലാവർക്കും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ് ഞാൻ പറയാണ്. അവരുടെ സപ്പോർട്ടിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഒറ്റവാക്ക്, ഈ ആഘോഷം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ആഘോഷം മാത്രമേ ലഹരിയാവുള്ളൂ. അതിന്റെ കൂടെ കടന്നു വരുന്ന മറ്റുള്ള ലഹരികൾ നമ്മുടെ ക്യാമ്പസിൽ കർശനമായി വിരോധിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് ആരും ഇൻവോൾവ് ചെയ്യരുത്. ഇവിടെയുള്ള പ്രോഗ്രാംസും എല്ലാം ഒരു ലഹരി പോലെ ആസ്വദിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ എത്തും ഒരു മെമ്മറബിളായിട്ട് മാറ്റാം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൻ്റെ ഒരു ചെറിയ കഥയും കൂടെ പറയാം. ചെറിയ കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതേപോലെ ഒരു ഗെറ്റ് ടുഗദർ ഒരു 30 വർഷം മുമ്പ് ഞാൻ പഠിച്ചതിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നു. ആ ഗെറ്റ് ടുഗദറിൽ ഇങ്ങനത്തെ ഒരു ആഘോഷമാണ് അവിടെ പ്രതിപാദിക്കപ്പെട്ടത്. ഞാൻ അന്ന് ഒരു കവിത ചൊല്ലിയതും ആ കവിത അത് ഭാഗികമായി മുന്നുപോയതും അന്ന് ആ ഗെറ്റ് ടുഗദറിൽ പറയണ്ടായി. മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്കും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസ്, നിങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച ഡാൻസ്, നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഡാൻസ്, നിങ്ങൾ പാടാൻ പോകുന്ന പാട്ടുകൾ, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഓർമ്മകളിൽ ഇനിയും ഉണ്ടാവുക എന്ന് ഞാൻ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. Beloved Principal, respected Director Sir, Vice Principal, HODs, and the most awaited team of Bromance. It's a special occasion today, 25. I welcome especially Mr. Arjun Yashodhan Sir, Ms. Mahima Nambiar, Mr. Matthew Thomas Sir, Mr. Sangeet Pratap, Mr. Shyam Mohan Sir, and this is an awaited occasion at Fire 25 by all the organizers and the team members behind this. It is going to be so colorful, and let this with the blessings of Almighty for the Bromance team, all the wishes and all the very best, and advance congratulations for the full gift of this particular team. Thank you. Thank you.
ഫംഗ്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഒരു 2:30